അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ പാഠം 1 അവസാനത്തെ പേജും എക്സസൈസുമാണിത്. അപ്പോൾ മാ ഹാദ, ഇതെന്താണ്? ഹാസ ദീക്കുൻ, ഇതൊരു പൂവൻ കോഴിയാണ്. അപ്പോൾ ദീക്കുൻ നമുക്കറിയാം പുല്ലിംഗാണ്. പൂവൻ കോഴിക്ക് ദീക്കുൻ എന്നാ പറയാം. ദീക്കുൻ എന്ന് പറഞ്ഞാൽ പൂവൻ കോഴി. അപ്പോൾ ഹാസ ദീക്കുൻ, ഹാസ മുബത്തദഉൻ മർഫൂൻ, ദീക്കുൻ ഖബറുൻ മർഫൂൻ. അപ്പോൾ ഇതൊരു പുതിയ വേർഡാണ്. നമ്മൾ മനപ്പാടാക്കണം. പൂവൻ കോഴിക്ക് ദീക്കുൻ എന്നാ പറയാം. അപ്പോൾ ബുദ്ധി ഇല്ലാത്തതാണ്. അപ്പം ഇനി മൻ ഹാദ, ഇദ്ദേഹം ആരാണ്? അപ്പോൾ ബുദ്ധിയുള്ള ആളെക്കുറിച്ച് ചോദിക്കുകയാണ്. ഇദ്ദേഹം ആരാണ്? അപ്പോൾ എന്താ ആൻസർ? ഹാദ മുദർരിസുൻ, ഇതൊരു ടീച്ചറാകുന്നു. ടീച്ചർക്ക് എന്താ അറബി പറയാം? മുദർരിസുൻ. ഹാദ മുബത്തദഉൻ മർഫൂൻ, മുദർരിസുൻ ഖബറുൻ മർഫൂൻ അല്ലേ? ഇത് ജുംല ഇസ്മിയാണ്. ഇസ്മ കൊണ്ടാണ് ആരംഭിക്കുന്നത്. ഹാദ ആരംഭിക്കുന്ന ഇസ്മിന് മുബത്തദ എന്ന് പറയാം. മുബത്തദ എപ്പോഴും മർഫൂ ആയിരിക്കണം. ഹാദ മബ്നി ആയതുകൊണ്ട് ഹാസൂന്ന് എഴുതൂല, ഹാദാന്ന് എഴുതുള്ളൂ. മുദർരിസുനാണ് ഖബർ, ഒറ്റ വാക്കേ ഉള്ളൂ. മുദർരിസുൻ ടീച്ചർ. ഒറ്റ വാക്കിൽ വരുന്ന ഖബറിൻ്റെ അടയാളം എന്തിരിക്കണം? മർഫൂ ആയിരിക്കണം, തൻവീന് ഉണ്ടാവണം. ഇത് സംശയമാണ്. അഹാദ കമീസുൻ, ഇതൊരു കുപ്പായാണോ? ആൻസർ എന്താ? ല, ഹർഫു നഫി, അല്ല. പിന്നെന്താ ഇത്? ഹാദ മിന്ദീലുൻ, ഇതൊരു ഹാങ്കർ ചീഫാണ്. ഹാങ്കർ ചീഫിനാണ് മിന്തി എന്ന് പറയാം. ഹാങ്കർ ചീഫിനാണ് മിന്തി എന്ന് പറയാം. അപ്പോൾ ഹാദ മുബത്തദഉൻ മർഫൂൻ, മിന്ദീലുൻ ഖബറുൻ മർഫൂൻ. ചെറിയ ടവൽ, അതിനാണ് ഹാങ്കർ ചീഫ്. അപ്പോൾ ഹാദ മുബത്തദഉൻ മർഫൂൻ, മിന്ദീലുൻ ഖബറുൻ മർഫൂൻ. ഇനി ലാസ്റ്റ് എക്സസൈസ് പാഠം 1 ഇഖ്റ വക്തു. അപ്പോൾ ഇതും എന്ത് ചെയ്യണം? വായിച്ച് പഠിക്കുകയും വേണം ആവർത്തിച്ചിട്ട്, എഴുതി പഠിക്കുകയും വേണം ആവർത്തിച്ചിട്ട്. അപ്പോൾ അതിന് സാധിക്കുന്നവരൊക്കെ അത് ചെയ്യുക ഇൻഷാ അല്ലാഹ്. മാ ഹാദ, ഇതെന്താണ്? ഹാദ കലമുൻ, ഇതൊരു പേനയാണ്. ഹാദ മുബത്തദഉൻ മർഫൂൻ, കലമുൻ ഖബറുൻ മർഫൂൻ. ഹാദ കൽബുൻ, ഇതൊരു നായയാണ്. ഹാദ മുബത്തദഉൻ മർഫൂൻ, കൽബുൻ ഖബറുൻ മർഫൂൻ. കൽബ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചതാണ്, നായ. മൻ ഹാദ, ഇദ്ദേഹം ആരാണ്? ഹാദ തബീബുൻ, ഇദ്ദേഹം ഒരു ഡോക്ടറാണ്. അപ്പോൾ തബീബുൻ നമ്മളിപ്പം പഠിച്ചതാണ്. തബീബ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ. ഹാദ മുബത്തദഉൻ മർഫൂൻ, തബീബുൻ ഖബറുൻ മർഫൂൻ. ഹാദ ഹിമാറുൻ, ഇതൊരു ഹാദ ജമലുൻ, ഇതൊരു ഒട്ടകമാണ്. ഹാദ മുബത്തദഉൻ മർഫൂൻ, ജമലുൻ ഖബറുൻ മർഫൂൻ. ജമലുൻ നമ്മൾ പഠിച്ചൊരു പുതിയ വേർഡാണ്, അത് ഒട്ടകമാണ്. അഹാദ കൽബുൻ, ഇതൊരു നായയാണോ? ല, ഹാദ കിത്തുൻ, ഇതൊരു പൂച്ചയാണ്. അപ്പോൾ കിത്തുൻ, പൂച്ചക്ക് എന്താ പറയുക? കിത്തുൻ. പൂച്ചക്ക് എന്താ പറയുക? കിത്തുൻ. അപ്പോൾ കൽബുൻ നായ. അഹാദ കൽബുൻ സംശയമാണ്. അപ്പോൾ ആ വരണം. അപ്പോൾ ഇതൊരു നായയാണോ? ല, ഹർഫു നഫി. ഹാദ കിത്തുൻ, ഇതൊരു പൂച്ചയാണ്. ഹാദ മുബത്തദഉൻ മർഫൂൻ, കിത്തുൻ ഖബറുൻ മർഫൂൻ. അഹാദ ദീക്കുൻ, ഇതൊരു പൂവൻ കോഴിയാണോ? അപ്പോൾ സംശയമാണ്. അപ്പോൾ എന്താ ഉത്തരം? നാം, അതെ. അപ്പോൾ നാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം. നാം ഹാദ ദീക്കുന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നൊരു പൂവൻ കോഴിയാണ്. അല്ലെങ്കിൽ ജസ്റ്റ് നാം, അതേന്ന് പറയാം. അപ്പോൾ നാം എന്താ? ഹർഫു ജവാബ്. അപ്പോൾ കലിമയിൽ ഏതിനത്തിലാണ് നാമിനെ പെടുത്തിയത്? ഹർഫിൽ. ഏതിനത്തിലാണ് നാമിനെ പെടുത്തിയത്? ഹർഫിൽ. ഇസ്മല്ല, ഫീലല്ല, ഹർഫാണ്. അഹാദ ഹിസാനുൻ, ഇതൊരു കുതിരയാണോ? കുതിരയും നമ്മളിപ്പം പഠിച്ച ഒരു പുതിയ വേർഡാണ് അറബിയിൽ, ഹിസാൻ. അഹാദ ഹിസാനുൻ, ഇതൊരു കുതിരയാണോ? ല, ഹാദ ഹിമാറുൻ, അല്ല, ഇതൊരു കഴുതയാണ്. ല ഹർഫു നഫി. ഹാദ മുബത്തദഉൻ മർഫൂൻ, ഹിമാറുൻ ഖബറുൻ മർഫൂൻ. ഹാദ മിന്ദീലുൻ, ഇതൊരു ഹാങ്കർ ചീഫാണ്. മിന്ദീൽ നമ്മളിപ്പോൾ പഠിച്ച ഒരു പുതിയ വേർഡാണ്
മിന്ദീൽ ഹാങ്കർച്ചീഫ് ടവൽ. ഹാദ മുബ്തദഉൻ മർഫൂൻ മിന്ദീലുൻ ഖബറുൻ മർഫൂൻ. അഹാദ വലതുൻ പിന്നെ ഒരു കുട്ടിയാണോ? അപ്പോൾ നാം അതെ. നാം ഹർഫു ജവാബ്. ഹർഫു ജവാബ്. നാം എന്താ ഹർഫാണ്. എന്ത് ഹർഫ്? ജവാബിൻ്റെ ഹർഫ്. ജവാബിൻ്റെ ഹർഫ്. ഉത്തരം പറയാണ് അതെ. ചോദ്യം ചോദിച്ചപ്പോഴുള്ള ഉത്തരം പറയാണ് അതെ. നാം ഒരു കലിമയാണ്. മൻ ഹാദ ഇദ്ദേഹം ആരാണ്? ഹാദ റജുലുൻ ഇദ്ദേഹം ഒരു പുരുഷനാണ്. ഹാദ മുബ്തദഉൻ മർഫൂൻ റജുലുൻ ഖബറുൻ മർഫൂൻ. അപ്പോൾ ഇവിടെ നമ്മൾ ലെസൺ 1 പാഠം 1 കഴിഞ്ഞു. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.